ചായ കുടിച്ചിട്ട് ടാറ്റ പറഞ്ഞ് ഞാൻ നേരെ വിട്ടത് ടൊവിനോന്റെ വീട്ടിലേക്കാണ്. വണ്ടി എടുത്ത് ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഈ പഞ്ചായത്ത് തിരിച്ച് പെയ്യുന്ന മഴയുടെ ഉള്ളിൽ ഞാൻ പെട്ടുപോയി എന്നുള്ളതാണ്. പിന്നെ ഒന്നും ഞാൻ നോക്കിയില്ല. കാശങ്ങ് വലിച്ചെറിഞ്ഞ ഒരു പ്രീമിയം കൂട്ടങ്ങ് മേടിച്ചിട്ടു. ആ വഴിക്ക് മഴയും പോയി. പലേക്കര ടോൾ കാണാൻ എന്തൊരു ഭംഗിയല്ല. ഈ ടോൾ കിടന്ന് അങ്ങോട്ട് കടക്കുന്നത് തൊട്ട് തുടങ്ങാണ് ബ്ലോക്ക്. ടൂ വീലർ ആയതുകൊണ്ട് തന്നെ ഒരു കണക്കിന് ഞാൻ ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ ഊരിപ്പോന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്പോട്ട് എത്തി. വണ്ടി വെച്ച് നേരെ അകത്തോട്ട്. സാധാരണ കാണാറുള്ള ഒരു മിനിമം തിരക്ക് പോലും ഇന്ന് എവിടെയും കാണാൻ പറ്റിയിട്ടില്ല. പുറത്ത് ചിലപ്പോൾ കുറുക്കൻ്റെ കല്യാണം നടക്കണോണ്ടായിരിക്കും. ആരോടും പറയാൻ നിൽക്കണ്ട. നീ ആരുടെ കാര്യം പറയണേ? ഞങ്ങൾക്ക് തിരക്കുണ്ടെന്ന് ഡോക്ടർമാർ. സിമ്പിളായിട്ട് 1 മണിക്കൂറങ്ങ് പോയി കിട്ടി. എന്നാ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് മതി ബാക്കിന്നായി ഞാൻ. കൂടെ കഴിക്കാനായിട്ട് കുറച്ച് കുശുമ്പും കുഞ്ഞായ്മ എടുത്താലോ എന്നായി ചിന്ത. പിന്നെ ഒന്നും നോക്കിയില്ല, ചങ്ങനെ വിളിച്ചു വരുത്തി ശുഭം. ഈ ഉയർന്നു പോകുന്ന പുകയേക്കാളും ഒരു 2 ഇരട്ടി പുക ചിലപ്പോൾ എൻ്റെ തലേന്ന് പോവും ഇവളുടെ ചില കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ. ചായ കുടിച്ചിട്ട് ടാറ്റ പറഞ്ഞ് ഞാൻ നേരെ വിട്ടത് ടൊവിനോന്റെ വീട്ടിലേക്കാണ്. ഈ വഴി പാസ് ചെയ്യുമ്പോൾ വെറുതെ ഒന്ന് തലെത്തിച്ച് നോക്കാറുണ്ട്, ഇനി എങ്ങനെ അവിടെ ബിരിയാണി കൊടുക്കണമെങ്കിലോ. മോർണിംഗ് കോൾസ് കഴിഞ്ഞ് നേരെ പോയത് കറന്റ് ബുക്സിലേക്കാണ്. തപ്പി വന്ന പുസ്തകവും തപ്പി വന്ന ആളും അവിടെ ഇല്ല എന്നുള്ളതാണ്. വൈകിട്ട് വന്നിട്ട് പുറത്ത് പോകാമെന്ന് കൊച്ചിനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞൊരു വാക്കിൽ കയറി പിടിച്ചേക്കാണ് ഇപ്പോൾ ഭാര്യ. കാലത്ത് ഞാൻ കൊണ്ട മഴയുടെയും വെയിലിലേക്ക് ആദ്യമൊക്കെ പറഞ്ഞു നോക്കി, പക്ഷെ നോട്ട് വാക്ക് നടക്കില്ല എന്ന് അവൾ തീർത്ത് പറഞ്ഞു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഋഷിശൃംഗനെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ അവിടെ ഒന്ന് ഇരുന്നു. പുറത്ത് പെയ്യുന്ന മഴയും എൻ്റെ എക്സ്പ്രഷനും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുന്ന അവളുടെ മുമ്പിൽ ഞാൻ വിഷമം അഭിനയിച്ച് കൈ മലർത്തി കാണിച്ചു. സപ്പോസ് നമ്മൾ മഴ കൊണ്ട് വരേണ്ടി വന്നാലും നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള മുൻകരുതലുകളെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആയിരുന്നു പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട്. നൈസായിട്ട് മഴ മാറിയുണ്ട്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ യെസ് പറഞ്ഞു. യെസ് കേൾക്കേണ്ട താമസം സ്വന്തം വണ്ടി എടുത്ത് യാത്ര ചെയ്യാന്നായി ഭാര്യ. കാലത്തൊട്ട് രാത്രി വരെ ഇതിന്റെ പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന എനിക്കത് അടിവയറ്റിൽ മഞ്ഞ് വീണ പോലത്തെ സുഖം തന്നെയായിരുന്നു. കേട്ടിരിക്കാൻ ആളെ കിട്ടാത്ത ഇന്നത്തെ കാലത്ത് പഴം വിഴുങ്ങിയിരിക്കാതെ എന്തെങ്കിലും വാ തുറന്ന് പറയാനായി ഭാര്യ. ഈ മഴയത്ത് നല്ലൊരു ചായ അടിച്ച സൂപ്പർ ആയിരിക്കുന്നു പറഞ്ഞു തീർന്നില്ല. ബഹുവചനം വേണ്ട, ഏകവചനം മതി, ഞങ്ങൾക്ക് ഫുഡ് വേണമെന്നായി അവര്. ഈ കണ്ട സസ്യബുക്കുകളെല്ലാം നോക്കിയിരിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ മടിയുണ്ടെങ്കിലും ഇവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, റോസിക്കിന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. ഫുഡ് കഴിച്ച സമയം നോക്കിയപ്പോൾ 12 മണിയായിരിക്കണു. കപ്പലണ്ടി മിഠായി നിന്ന് നേരെ വീട്ടിലോട്ട്. ടാറ്റ ബൈ, സീ യു.